ഹലോ, ഇത് ദി ഡീപ് ഡൈവ്. ഒരു MA സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പഠിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് ഓർത്തെടുക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അല്ലെങ്കിൽ ഈ സങ്കീർണമായ തിയറികളൊക്കെ എങ്ങനെ മനസ്സിൽ ഉറപ്പിക്കും? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ മുഹമ്മദ് ഫുഹാദിന്റെ ലെക്ചർ നോട്ടുകൾ നോക്കുകയാണ്. ബ്ലോക്ക് 1ഉം യൂണിറ്റ് 1ഉം 2ഉം. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ പഠിക്കുന്നത്, ഓർത്തുവെക്കുന്നത് എന്നതിലേക്ക് നമുക്കൊരു ആഴത്തിലുള്ളൊരു അന്വേഷണം നടത്താം. ശരിക്കും ഒരു കമ്പ്യൂട്ടർ പോലെയാണോ നമ്മുടെ തലച്ചോറും പ്രവർത്തിക്കുന്നത്? എന്താ തോന്നുന്നത്? തീർച്ചയായും. ഇത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഈ പറഞ്ഞ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത്, അതിനെ മാറ്റുന്നത്, പിന്നെ സൂക്ഷിക്കുന്നത്, ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്നത് എന്നൊക്കെ നോക്കുന്ന ഒരു രീതി. ഇത് നിങ്ങളുടെ പഠനത്തിന് എന്തായാലും ഒരു മുതൽക്കൂട്ടാവും. ഓക്കേ, അപ്പോ അടിസ്ഥാനപരമായിട്ട് എന്താണ് ഈ പഠനം? എന്താണ് ഓർമ്മ? ലേണിംഗ് ആൻഡ് മെമ്മറി. പുതിയ അറിവ് കിട്ടുന്നതാണോ പഠനം, അത് മനസ്സിൽ വെക്കുന്നതാണോ ഓർമ്മ? അത്ര ലളിതമാണോ? ലളിതമായി പറഞ്ഞാൽ അതെ. പഠനം എന്ന് വെച്ചാൽ പുതിയ അറിവോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റമോ കഴിവോ ഒക്കെ നേടുന്ന ഒരു പ്രോസസ്സാണ്. ഓർമ്മ എന്ന് പറയുന്നത് ആ നേടിയ കാര്യം മനസ്സിൽ സൂക്ഷിക്കാനും പിന്നെ എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ പുറത്തെടുക്കാനുമുള്ള ഒരു കഴിവാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി പറയുന്നത് ഇതൊരു 3 പ്രധാന സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നതെന്നാണ്. എൻകോഡിംഗ്, അതായത് വിവരം സ്വീകരിച്ച് അതിനെ ഒരു മനസ്സിലാക്കാവുന്ന രൂപത്തിലാക്കുക. പിന്നെ സ്റ്റോറേജ്, സൂക്ഷിക്കൽ. പിന്നെ റിട്രീവൽ, ആവശ്യമുള്ളപ്പോൾ വീണ്ടെടുക്കൽ. എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. കമ്പ്യൂട്ടറിനെ പോലെ തോന്നുന്നുണ്ടല്ലോ. ശരിയാണ്, ഒരു സാമ്യമുണ്ട്. പക്ഷെ മനുഷ്യന്റെ ഓർമ്മ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഈ വിവരങ്ങൾ പല ഘട്ടങ്ങളിലൂടെ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഓർമ്മയുടെ പല സ്റ്റേജുകളില്ലേ? അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിന്റെ ആ മോഡൽ, അതിൽ പറയുന്ന പോലെ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. അതെ, ആ മോഡൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതുമായ വിവരങ്ങൾ, അതൊക്കെ സെൻസറി മെമ്മറിയിൽ വരും. പക്ഷേ അതവിടെ ഒരു സെക്കൻഡോ അതിൽ താഴെയോ നേരത്തേക്കേ നിൽക്കൂ. നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മാത്രം, അറ്റൻഷൻ കൊടുത്താൽ മാത്രമേ ആ വിവരം അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് STM പോവുള്ളൂ. ഓഹോ, അപ്പൊ ശ്രദ്ധയാണ് പ്രധാനം. അതെ, നമുക്ക് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ പരിചിതമായതോ ആയ കാര്യങ്ങളിലാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുക. അപ്പോ ഈ ഷോർട്ട് ടേം മെമ്മറി, അതാണോ നമ്മൾ ഈ ഫോൺ നമ്പറൊക്കെ തൽക്കാലത്തേക്ക് ഓർത്തു വെക്കുന്നത്? ഇതിന് പരിമിതികളുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, കമ്പ്യൂട്ടറിലെ RAM പോലെ. ശരിയാണ്, STMന് നല്ല പരിമിതികളുണ്ട്. ഏകദേശം ജോർജ് മില്ലർ പറഞ്ഞ ആ മാജിക് നമ്പറില്ലേ, 7+or-2, അതായത് ഏകദേശം 5 മുതൽ 9 കാര്യങ്ങൾ, ചിലപ്പോൾ വാക്കുകൾ, അക്കങ്ങൾ, അങ്ങനെയുള്ള ചങ്ക്സ് ഓഫ് ഇൻഫർമേഷനാണ് ഒരു സമയം ഓർക്കാൻ പറ്റുക. ഇവിടെ വിവരങ്ങൾ ഏതാണ്ട് 20-30 സെക്കൻഡൊക്കെ നിൽക്കും. അത്രേ ഉള്ളൂ? അതെ, നമ്മളത് മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞില്ലെങ്കിൽ, റിഹേഴ്സൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധ മാറിയാൽ അത് പോവും. ഇവിടെയാണ് നമ്മൾ ആ കിട്ടിയ വിവരത്തെക്കുറിച്ച് ആലോചിക്കുന്നതും അതിനെന്തെങ്കിലും അർത്ഥം കൊടുക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ. മനസ്സിലായി. അപ്പോ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് വിവരങ്ങൾ സ്ഥിരമായിട്ട് ഓർക്കുന്നത്, ലോങ് ടേം മെമ്മറിയിലേക്ക്, LTMലേക്ക് എത്തുന്നത്? വെറുതെ ഇങ്ങനെ ഉരുവിട്ടാൽ മതിയോ? അതോ അതിന് വേറെ വഴികളുണ്ടോ, പ്രത്യേകിച്ച് സൈക്കോളജി പോലത്തെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ? നല്ല ചോദ്യം. വെറുതെ ആവർത്തിക്കുന്നത്, അതായത് റോട്ട് റിഹേഴ്സൽ, ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ ഓർക്കാൻ സഹായിക്കും. പക്ഷെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള വഴി ഇലാബൊറേറ്റീവ് റിഹേഴ്സലാണ്. അതായത് പുതിയ വിവരങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുക, അതിന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക. ഫുഹാദിന്റെ നോട്ടിൽ പറയുന്ന ബാട്ട്ലെറ്റിന്റെ ആശയമില്ലേ, സ്കീമകളെക്കുറിച്ച്, അതിവിടെ വളരെ പ്രധാനമാണ്. സ്കീമകൾ. അതെ, നമ്മുടെ മനസ്സിൽ ഓരോ കാര്യത്തെക്കുറിച്ചും നിലവിലുള്ളൊരു ധാരണ, ഒരു ചട്ടക്കൂട്, അതാണ് സ്കീമ. പുതിയൊരു വിവരം വരുമ്പോൾ അതിനെ ഈ നിലവിലുള്ള സ്കീമയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയാൽ അത് ഓർമ്മയിൽ നന്നായി നിൽക്കും, പഠനം എളുപ്പമാവും. ഓക്കേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്കീമകൾ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയെ സ്വാധീനിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഓർമ്മകൾ റീകൺസ്ട്രക്ട് ചെയ്യപ്പെടാം. അത് കൊള്ളാമല്ലോ. അപ്പോ സ്കീമകൾ ഓർക്കാൻ സഹായിക്കും, പക്ഷെ ചിലപ്പോ ഓർമ്മയെ തെറ്റിക്കാനും സാധ്യതയുണ്ടല്ലേ?
ഇനി മറ്റൊന്ന്, ബ്ലൂമിന്റെ പഠനത്തിന്റെ 3 ഡൊമെയ്നുകൾ: കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, അഫക്റ്റീവ്. ചെസ്സ് കളിക്കുന്ന ഉദാഹരണം വെച്ച് അത് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ പഠനത്തിൽ ഒരുമിച്ച് വരുന്നത്? വളരെ ശരിയാണ്. ബ്ലൂം പറയുന്നത് പഠനമെന്നത് വെറും തലച്ചോറ് കൊണ്ട് മാത്രം ചെയ്യുന്നൊന്നല്ല എന്നാണ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നത്, ചിന്തിക്കുന്നതൊക്കെ. സൈക്കോമോട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ശാരീരികമായ ചലനങ്ങൾ, സ്കിൽസ്. അഫക്റ്റീവ് ഡൊമെയിൻ നമ്മുടെ വികാരങ്ങൾ, മനോഭാവങ്ങൾ, താൽപ്പര്യങ്ങളൊക്കെയാണ്. ചെസ്സിന്റെ ഉദാഹരണം നോക്കിയാൽ നിയമങ്ങൾ ഓർക്കുന്നത് കോഗ്നിറ്റീവ്, കരുക്കൾ കൃത്യമായി നീക്കുന്നത് സൈക്കോമോട്ടർ, ആ കളി ഇഷ്ടപ്പെടുന്നത്, അതിൽ ആവേശം കൊള്ളുന്നത് അഫക്റ്റീവ്. നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ തിയറികൾ മനസ്സിലാക്കുന്നത് കോഗ്നിറ്റീവ്. ചിലപ്പോൾ ഒരു കേസ് സ്റ്റഡി അനലൈസ് ചെയ്യുമ്പോൾ അതിലെ വൈകാരിക അംശങ്ങളോട് പ്രതികരിക്കുന്നത് അഫക്റ്റീവ്. ഒരുപക്ഷേ ഒരു പരീക്ഷണം ചെയ്യാനുള്ള പ്ലാൻ ഇടുന്നതിൽ സൈക്കോമോട്ടർ ഘടകങ്ങളുമുണ്ടാവാം. ഇതൊക്കെ ഒരുമിച്ചാണ് നടക്കുന്നത്. ശരിയാണ്. ഇനി കുട്ടികളുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും ഓർമ്മയുമൊക്കെ മെച്ചപ്പെടുമെന്ന് അവര് പുതിയ സ്ട്രാറ്റജികൾ പഠിച്ചെടുക്കുന്നതാണോ അതോ തലച്ചോറ് വികസിക്കുന്നത് കൊണ്ടാണോ? രണ്ടുമുണ്ട്. ഫ്ലെവലൊക്കെ പറയുന്ന പോലെ പ്രായം കൂടുമ്പോൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള സ്പീഡും എഫിഷ്യൻസിയും ഒക്കെ കൂടും. അതോടൊപ്പം ഓർമ്മിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ, മെമ്മറി സ്ട്രാറ്റജീസ് അവർ പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് കാര്യങ്ങൾ ഗ്രൂപ്പാക്കി ഓർക്കുന്നത്, അല്ലെങ്കിൽ ഇലാബറേഷൻ ഉപയോഗിക്കുന്നതൊക്കെ. ചെറിയ കുട്ടികൾ ചിലപ്പോൾ റിഹേഴ്സൽ അത്ര എഫക്റ്റീവായി ഉപയോഗിക്കില്ല, പക്ഷെ മുതിർന്നവർ അത് ചെയ്യും. അവരുടെ ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റിയും താരതമ്യേന കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെ ഘട്ടം ഘട്ടമായി വിവരങ്ങൾ എടുക്കുന്നു. സെൻസർ ഇൻപുട്ട്, പിന്നെ ഷോർട്ട് ടേം വർക്കിംഗ് ഏരിയ, അവിടെ നിന്ന് ലോങ് ടേം സ്റ്റോറേജ്. പുതിയ വിവരങ്ങളെ പഴയ അറിവുമായി ബന്ധിപ്പിക്കുന്നത് ഓർമ്മയെ ശക്തിപ്പെടുത്തും. ഈ സ്കീമകളും ബ്ലൂമിന്റെ ഡൊമെയ്നുകളുമൊക്കെ ഈ പ്രോസസ്സിൽ പ്രധാനമാണ്. അതെ, വളരെ ശരിയാണ്. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ പഠനത്തെയും ഓർമ്മയും പറ്റി ചിന്തിക്കാൻ ഒരു നല്ല ഫ്രെയിംവർക്ക് തരുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്വന്തം പഠനരീതികളെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കാൻ സഹായിക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ മോഡൽ ഓർമ്മയുടെ ഘടനയും പ്രോസസ്സുമൊക്കെ നന്നായി പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ ഓർമ്മയിലെ വൈകാരികമായ കാര്യങ്ങൾ, ഇമോഷണൽ മെമ്മറീസ്, അല്ലെങ്കിൽ വളരെ വ്യക്തിപരമായ അനുഭവങ്ങൾ, അതൊക്കെ ഈ കമ്പ്യൂട്ടർ മോഡലിന് എത്രത്തോളം വിശദീകരിക്കാൻ പറ്റും? ഫുഹാദിന്റെ ലെക്ചർ നമുക്കൊരു ബേസ് തന്നു. ഇനി അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഇതൊരു തുടക്കമാവട്ടെ.